ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ആ, ഇടുക്കിയിൽ ഇന്നും മഴ ശക്തമായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നും അറിയുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ഭദ്ര, ഇടുക്കിയിലെ ലോ റേഞ്ചുകളിലാണ് മഴ തുടരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇന്നലെ 3:30 മണിക്ക് തൊടുപുഴയിലടക്കം തുടങ്ങിയ മഴ വൈകുന്നേരം 8 മണി വരെയാണ് തോരാതെ പെയ്തത്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന വായിൽ കുളമാവിന് സമീപം റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണു. അതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിൽ ഈ വൈദ്യുതി പോസ്റ്റുകളടക്കം നിലംപൊത്തിയിരുന്നു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കരിപ്പിലങ്ങാട് വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരു 33 വയസ്സുള്ള സ്ത്രീ ഇതിന് അകത്തപ്പെടുകയും ചെയ്തു. പിന്നീട് നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിക്കുകയും നേരിയ പരിസ്ഥിതികളോടെ രക്ഷപ്പെടുകയായിരുന്നു. നാടുകാണിയിൽ കാറിന് രണ്ട് കാറുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. മണ്ണിടിഞ്ഞ് വരുന്നത് കണ്ടതോടെ ഈ വാഹനയാത്രികർ ഇറങ്ങി ഓടിയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം. ഒരിടത്തും വലിയൊരു ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ വടക്കനാറ് കരകവിഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന പാലത്തിൽ വെള്ളം കയറിയിൽ ഇവിടെയുള്ള ഗതാഗതമെല്ലാം തടസ്സപ്പെട്ട ഒരു രീതി ഉണ്ടായിരുന്നു. ഏതായാലും വെള്ളിയാമറ്റം വില്ലേജിൽ 2 ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. 4ഓളം കുടുംബങ്ങളെ അവിടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടുക്കി പൂച്ചപ്രയിൽ രാത്രിയായിരുന്നു ഇന്നലെ ഈ ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് ഒരു തലനാരിഴയ്ക്കാന്ന് പറയാം. വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടുണ്ട്. വലിയ പാറക്കല്ലുകൾ അടക്കമാണ് ഈ ജനവാസ മേഖലയിൽ വന്ന് പതിച്ചിരിക്കുന്നത്. ഈ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും ജില്ലാ കളക്ടർ അടക്കമുള്ള മന്ത്രി റോഷി അഗസ്റ്റിനെല്ലാം തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖല സന്ദർശിക്കുന്നുണ്ട്. ഏതായാലും അത് എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി നേരത്തെ തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണം. ജില്ലയിൽ കൂടുതൽ ക്യാമ്പുകൾ സജ്ജമാക്കാനുള്ള നടപടി എടുക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലങ്കര ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഇനിയും 6 ഷട്ടറുകൾ 2 മീറ്റർ വീതം ഉയർത്താനുള്ള നടപടി സ്വീകരിക്കാൻ തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 1.5 മീറ്റർ വീതം 5 ഷട്ടറുകളാണ് ഉയർത്തി വെള്ളം പുറത്തേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളിലെ ഭാഗത്ത് ആറിനോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ലോ റേഞ്ച് മേഖലകളിലെ മഴ ശക്തമായി ഇനിയും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മലയോര മേഖല